ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആലു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. നോമ്പായിട്ട് കുറേ കാലം ഇപ്പോൾ പത്തിരിയും നോർമൽ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി 2-3 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി ഉടക്കുക കേട്ടോ, ഉപ്പ് മാത്രം ഇട്ടിട്ട്. പിന്നെ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതും, ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ പച്ചമുളകും കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി പൊടിയായി അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് വേവൊന്നും വേണ്ട. എന്നിട്ട് സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ആട്ട കുഴച്ചിട്ട് കുറച്ചും കൂടി 2 ചപ്പാത്തിയുടെ അത്രയും മാവ് എടുക്കണം. കുറച്ച് പരത്തിയിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഇത് വെക്കുക. എന്നിട്ട് 4 ഭാഗവും ഇതുപോലെ മടക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കൈ കൊണ്ട് ആദ്യം ഒന്ന് പരത്തി ഒന്ന് സ്ക്വയറാക്കി കുറച്ച് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ ആ കുഴൽ കൊണ്ടൊന്ന് പരത്തുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചപ്പാത്തിയും പത്തിരിയൊന്നും പരത്തുന്ന അത്രയും ശക്തി പ്രയോഗിക്കരുത്, എന്നാൽ പൊട്ടിയിട്ട് അതിൻ്റെ മസാലയൊക്കെ പുറത്ത് വരും. അപ്പോൾ വളരെ കുറച്ച് ചെറിയ ഫോഴ്സിൽ വേണം പരത്താൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഭാഗം തിന്നായി തുടങ്ങുമ്പോൾ നമ്മൾ മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം പരത്തണം. സ്ക്വയർ ഷേപ്പായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവുക കാണാൻ. അങ്ങനെ വളരെ സൂക്ഷിച്ച് പരത്തുക എന്നുള്ളതേ ഉള്ളൂ, പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കുക. ഒരു ഭാഗം കുറച്ച് തിന്നാണെന്ന് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഫുള്ള് പരത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ചട്ടി നന്നായി ചൂടാവാൻ വെച്ചിട്ടുണ്ടാവണം. നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു ഭാഗം ഒന്ന് കുറച്ച് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ അങ്ങനെ വരുമ്പോൾ, ചെറിയ ബബിൾസൊക്കെ പോലെ ചപ്പാത്തിയൊക്കെ പൊന്തുന്ന പോലെ കുറച്ച് പൊന്തിയൊക്കെ വരുമ്പോൾ നമുക്ക് വെന്തോന്ന് മനസ്സിലാവും. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. അങ്ങനെ എല്ലാതും നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു 2 ചപ്പാത്തിയുടെ അത്രയും മാവ് നമ്മൾ ഇതിൽ ഒരു ആലു പൊറാട്ടയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര തിന്നായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. മസാലയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്തൊക്കെ മസാല പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് കട്ടി കൂട്ടിയിട്ട് വേണം ഇതുണ്ടാക്കാൻ. അതുപോലെ സ്റ്റഫിങ്ങും ഒരുപാട് മാറി നിറച്ചാലും പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും നമുക്ക് സ്റ്റഫിങ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം 2 ബോൾ ചപ്പാത്തിയും 2 ടേബിൾ സ്പൂൺ, അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും. പിന്നെ ഓവർ ഫോഴ്സ് ഉപയോഗിക്കരുത്, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ മാംഗോ പിക്കിളിൻ്റെ കൂടെയാണ് ഈ ആലു പൊറാട്ട സെർവ് ചെയ്യുക. മാംഗോ പിക്കിളാണ് ശരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി എല്ലാവരും ഈ ആലു പൊറാട്ട ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.